ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ 100 ആനുകാലിക ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. കേരളത്തിലെ മൂന്നാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ലക്ഷ്മി ജലവൈദ്യുത പദ്ധതി. 240 മെഗാവാട്ടാണ് സ്ഥാപകശേഷി. കേരളത്തിലെ മൂന്നാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ലക്ഷ്മി ജലവൈദ്യുത പദ്ധതിയാണ്. 240 മെഗാവാട്ടാണ് ലക്ഷ്മി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപക ശേഷി. എത്ര? 240 മെഗാവാട്ടാണ്. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാമാണ് ആലുവ. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം ആലുവയിലാണ്. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാമാണ് ആലുവ. കേരളത്തിൽ ഗ്രഫീൻ ഉൽപാദനത്തിന് തുടക്കം കുറിച്ച വ്യവസായ ഗ്രൂപ്പാണ് കാർബറണ്ടം യൂണിവേഴ്സൽ കൊച്ചി. കാർബറണ്ടം യൂണിവേഴ്സൽ കൊച്ചിയാണ്. കേരളത്തിൽ ഗ്രഫീൻ ഉൽപാദനത്തിന് തുടക്കം കുറിച്ച വ്യവസായ ഗ്രൂപ്പാണ് കാർബറണ്ടം യൂണിവേഴ്സൽ കൊച്ചി. കാർബറണ്ടം യൂണിവേഴ്സൽ കൊച്ചി. മലയാളം ടെലിവിഷൻ ചരിത്രത്തിലെ ആദ്യ AI വാർത്താ അവതാരകനാണ് ഇവാൻ. മീഡിയ വണ്ണിന് വേണ്ടിയാണ് വാർത്ത വായിച്ചത്. മലയാളം ടെലിവിഷൻ ചരിത്രത്തിലെ ആദ്യ AI വാർത്താ അവതാരകനാണ് ഇവാൻ. മീഡിയ വണ്ണിന് വേണ്ടിയാണ് ഇവാൻ വാർത്ത വായിച്ചത്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലമാണ് ധർമ്മടം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലമാണ് ധർമ്മടം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം ധർമ്മടമാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലമാണ് ധർമ്മടം. ഏഷ്യയിലെ ആദ്യ ബാലസൗഹൃദ നഗരമാണ് തൃശ്ശൂർ. ഏഷ്യയിലെ ആദ്യ ബാലസൗഹൃദ നഗരം തൃശ്ശൂരാണ്. ഏഷ്യയിലെ ആദ്യ ബാലസൗഹൃദ നഗരമാണ് തൃശ്ശൂർ. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ ആദിവാസി കോളനി നിലവിൽ വരുന്ന ജില്ല വയനാടാണ്. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ ആദിവാസി കോളനി നിലവിൽ വരുന്ന ജില്ല വയനാട്ടിലെ കൽപ്പറ്റയിലാണ്. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ ആദിവാസി കോളനി നിലവിൽ വരുന്ന ജില്ലയാണ് വയനാട്ടിലെ കൽപ്പറ്റ. വയനാട്ടിലെ കൽപ്പറ്റയാണ് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ ആദിവാസി കോളനി നിലയിൽ വരുന്ന ജില്ല വയനാടാണ്, കൽപ്പറ്റയിലാണ്. രാജ്യത്ത് ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമാണ്. രാജ്യത്ത് ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളം. രാജ്യത്ത് ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനമാണ് കേരളം. വിധിന്യായങ്ങൾ പ്രാദേശിക ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന ആദ്യ ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. വിധിന്യായങ്ങൾ പ്രാദേശിക ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന ആദ്യ ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. കേരള ഹൈക്കോടതിയുടെ സോഫ്റ്റ്വെയർ ആണ് സുവാസ് എന്ന സോഫ്റ്റ്വെയറിലാണ് വിധിന്യായങ്ങൾ പ്രാദേശിക ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന ആദ്യ ഹൈക്കോടതി. അത് കേരള ഹൈക്കോടതിയാണ്. സുവാസ് എന്ന സോഫ്റ്റ്വെയർ ആണ്. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അഭിഭാഷകയാണ് പത്മലക്ഷ്മി. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ അഭിഭാഷകയാണ് പത്മലക്ഷ്മിയാണ്. സംസ്ഥാനത്തെ മികച്ച കളക്ടറേറ്റായി തിരഞ്ഞെടുത്തത് വയനാട് കളക്ടറേറ്റ് ആണ്. സംസ്ഥാനം മികച്ച കളക്ടറേറ്റായി തിരഞ്ഞെടുത്തത് വയനാട് കളക്ടറേറ്റ് ആണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ സെൻട്രൽ ജയിലാണ് തവനൂർ. കേരളത്തിലെ നാലാമത്തെ ജയിലാണ് തവനൂർ ജയിൽ. സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ സെൻട്രൽ ജയിലാണ് തവനൂർ സെൻട്രൽ ജയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്താണ് പുല്ലമ്പാറ. തിരുവനന്തപുരത്തെ പുല്ലമ്പാറയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത്. തിരുവനന്തപുരത്തെ പുല്ലമ്പാറ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്താണ് കിളിമാനൂർ. തിരുവനന്തപുരത്തെ കിളിമാനൂർ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂറും ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് പുല്ലമ്പാറ, ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂറുമാണ്. കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തും പഞ്ചായത്ത് ഏതാച്ചാൽ പുല്ലമ്പാറ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് പുല്ലമ്പാറയും ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂറും തിരുവനന്തപുരത്തുമാണ്. സംസ്ഥാനത്തെ രണ്ടാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ലയാണ് കോട്ടയം. ആദ്യത്തേത് തൃശ്ശൂരും. സംസ്ഥാനത്തെ രണ്ടാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല കോട്ടയമാണ്. ആദ്യത്തെ തൃശ്ശൂരാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഡ്രോൺ പൈലറ്റാണ് റിൻഷ. കേരളത്തിലെ ആദ്യ വനിതാ ഡ്രോൺ പൈലറ്റാണ് റിൻഷ. കേരളത്തിലെ ആദ്യ വനിതാ ഡ്രോൺ പൈലറ്റ് റിൻഷ. കേരളത്തിൽ ആരംഭിക്കുന്ന ഡിജിറ്റൽ സർവേക്കായി റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടലാണ് എൻ്റെ ഭൂമി. കേരളത്തിൽ ആരംഭിക്കുന്ന ഡിജിറ്റൽ സർവേക്കായി റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടലാണ് എൻ്റെ ഭൂമി. കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ മുന്നറിയിപ്പ് നൽകാനായി ആരംഭിക്കുന്ന സംവിധാനമാണ് കവചം. കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ മുന്നറിയിപ്പ് നൽകാനായി ആരംഭിക്കുന്ന സംവിധാനമാണ് കവചം. കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ മുന്നറിയിപ്പ് നൽകാനായി ആരംഭിക്കുന്ന സംവിധാനമാണ് കവചം. സംസ്ഥാനത്തെ ആദ്യ ആധാർ പരാതി പരിഹാര കേന്ദ്രം തിരുവനന്തപുരത്താണ്. സംസ്ഥാനത്തെ ആദ്യ ആധാർ പരാതി പരിഹാര കേന്ദ്രം നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. സംസ്ഥാനത്തെ ആദ്യ ആധാർ പരാതി പരിഹാര കേന്ദ്രം നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. രാജ്യത്ത് ആദ്യമായി ജനപങ്കാളിത്തത്തോടെ അതിദാരിദ്ര്യ സർവേ നടത്തിയ സംസ്ഥാനമാണ് കേരളം.
രാജ്യത്ത് ആദ്യമായി ജനപങ്കാളിത്തത്തോടെ അതിദാരിദ്ര്യ സർവേ നടത്തിയ സംസ്ഥാനം കേരളമാണ്. രാജ്യത്ത് ആദ്യമായി ജനപങ്കാളിത്തത്തോടെ അതിദാരിദ്ര്യ സർവേ നടത്തിയ സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അതിദരിദ്രരുള്ള ജില്ല മലപ്പുറമാണ്. ഏറ്റവും കുറവുള്ളത് കോട്ടയമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അതിദരിദ്രരുള്ള ജില്ല മലപ്പുറം, കുറവ് കോട്ടയമാണ്. കോട്ടയം. ക്രിമിനൽ പശ്ചാത്തലം അവയവദാനത്തിന് തടസ്സമല്ലെന്ന് വിധിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. ക്രിമിനൽ പശ്ചാത്തലം അവയവദാനത്തിന് തടസ്സമല്ലെന്ന് വിധിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. കേരള ഹൈക്കോടതി. മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാരത്തിനായി ആരംഭിച്ച പുതിയ ടോൾ ഫ്രീ നമ്പറാണ് 1076. മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാരത്തിനായി ആരംഭിച്ച പുതിയ ടോൾ ഫ്രീ നമ്പറാണ് 1076. സംസ്ഥാന പൊതുവിതരണ വകുപ്പ് ഇനി മുതൽ അറിയപ്പെടുന്നത് പൊതുവിതരണ ഉപഭോക്തൃ കാര്യ വകുപ്പ് എന്നാണ്. സംസ്ഥാനത്തെ പൊതുവിതരണ വകുപ്പ് ഇനി മുതൽ അറിയപ്പെടുന്നത് പൊതുവിതരണ ഉപഭോക്തൃ കാര്യ വകുപ്പ്. സംസ്ഥാനത്തെ പൊതുവിതരണ വകുപ്പ് ഇനി മുതൽ അറിയപ്പെടുന്നത് എന്താണ്? പൊതുവിതരണ ഉപഭോക്തൃ കാര്യ വകുപ്പ്. പൊതുവിതരണ ഉപഭോക്തൃ കാര്യ വകുപ്പ്. സംസ്ഥാനത്തെ ആദ്യ വനം മ്യൂസിയം നിലയിൽ വന്നത് കുളത്തൂപ്പുഴയിലാണ്. സംസ്ഥാനത്തെ ആദ്യ വനം മ്യൂസിയം നിലയിൽ വന്നത് കുളത്തൂപ്പുഴ. സംസ്ഥാനത്തെ ആദ്യ വനം മ്യൂസിയം നിലയിൽ വന്നത് കുളത്തൂപ്പുഴയിലാണ്. കുളത്തൂപ്പുഴ, കൊല്ലത്തെ കുളത്തൂപ്പുഴ. 2023 മെയ്യിൽ നിരവധി പേരുടെ മരണത്തിന് ഇടയാക്കിയ ബോട്ടപകടം നടന്നത് താനൂർ, മലപ്പുറമാണ്. 2023 മെയ്യിൽ നിരവധി പേരുടെ മരണത്തിന് ഇടയാക്കിയ ബോട്ടപകടം നടന്നത് താനൂർ, മലപ്പുറത്താണ്. സംസ്ഥാനത്തെ ആദ്യ പന്നൽ ഉദ്യാനം നിലയിൽ വരുന്നത് രാജമലയിലാണ്. സംസ്ഥാനത്തെ ആദ്യ പന്നൽ ഉദ്യാനം നിലയിൽ വരുന്നത് രാജമലയിലാണ്. സംസ്ഥാനത്തെ ആദ്യ പന്നൽ ഉദ്യാനം നിലയിൽ വരുന്നത് രാജമലയിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഒറ്റത്തൂൺ മേൽപ്പാലം നിലയിൽ വരുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഒറ്റത്തൂൺ മേൽപ്പാലം നിലയിൽ വരുന്നത് കാസർഗോഡ് ജില്ല. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഒറ്റത്തൂൺ മേൽപ്പാലം നിലയിൽ വരുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. രാജ്യത്ത് ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനമാണ് കേരളം. രാജ്യത്ത് ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനമാണ് കേരളം. രാജ്യത്ത് ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമാണ്. സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ് വ്യവസായ പാർക്ക് നിലയിൽ വരുന്നത് തൊടുപുഴയിലാണ്. സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ് വ്യവസായ പാർക്ക് നിലയിൽ വരുന്നത് തൊടുപുഴ. സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ് വ്യവസായ പാർക്ക് നിലയിൽ വരുന്നത് തൊടുപുഴയിലാണ് ക്യാമ്പസ് വ്യവസായ പാർക്ക് നിലയിൽ വരുന്നത് തൊടുപുഴ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്താണ് ചക്കിട്ടപ്പാറ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്താണ് ചക്കിട്ടപ്പാറ. കോഴിക്കോട് ജില്ലയിലാണ് ചക്കിട്ടപ്പാറ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്താണ് ചക്കിട്ടപ്പാറ, കോഴിക്കോട് ജില്ലയിലാണ്. പ്രവാസികൾക്കായി ലോക കേരള കേന്ദ്രം നിലയിൽ വരുന്നത് മാവേലിക്കരയിലാണ്. പ്രവാസികൾക്കായി ലോക കേരള കേന്ദ്രം നിലയിൽ വരുന്നത് മാവേലിക്കര. പ്രവാസികൾക്കായി ലോക കേരള കേന്ദ്രം നിലയിൽ വരുന്നത് മാവേലിക്കരയിലാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഹരിത പഞ്ചായത്താണ് ഇടവ, തിരുവനന്തപുരം. ഹരിത പഞ്ചായത്ത് ഇടവ തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഹരിത പഞ്ചായത്ത് ഇടവ, തിരുവനന്തപുരം. ഹരിത പഞ്ചായത്ത് ഇടവ, തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യ മാംഗോ പാർക്ക് നിലയിൽ വരുന്നത് കുറ്റ്യാട്ടൂർ, കണ്ണൂരിലാണ്. കേരളത്തിലെ ആദ്യ മാംഗോ പാർക്ക് നിലയിൽ വരുന്നത് കുറ്റ്യാട്ടൂർ, കണ്ണൂർ. കേരളത്തിലെ ആദ്യ മാംഗോ പാർക്ക് കുറ്റ്യാട്ടൂർ, കണ്ണൂരിലാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്കായത് പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്കായത് പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്കായത് പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ്. എല്ലാ ജില്ലകളിലും സഞ്ചരിക്കുന്ന ഭക്ഷ്യപരിശോധന ലാബ് ഉള്ള ആദ്യ സംസ്ഥാനമായത് കേരളമാണ്. എല്ലാ ജില്ലകളിലും സഞ്ചരിക്കുന്ന ഭക്ഷ്യപരിശോധന ലാബ് ഉള്ള ആദ്യ സംസ്ഥാനമായത് കേരളമാണ്. ഭക്ഷ്യപരിശോധന ലാബ് ഉള്ള ആദ്യ സംസ്ഥാനം കേരളമാണ്. കേരളം. സംസ്ഥാനത്തെ ആദ്യ ഊര് ഗോത്ര പൈതൃക ഗ്രാമം നിലയിൽ വന്നത് പൂക്കോട്, വയനാടാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ഊര് ഗോത്ര പൈതൃക ഗ്രാമം നിലയിൽ വന്നത് പൂക്കോട്, വയനാട്. സംസ്ഥാനത്തെ ആദ്യത്തെ ഊര് ഗോത്ര പൈതൃക ഗ്രാമം നിലയിൽ വന്നത് പൂക്കോട്, വയനാടാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ഊര് ഗോത്ര പൈതൃക ഗ്രാമം നിലയിൽ വന്നത് പൂക്കോട്, വയനാട്. ഇന്ത്യയിലെ പ്രളയ സാധ്യതാ ഭൂപടം തയ്യാറാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. പ്രളയ സാധ്യതാ ഭൂപടം തയ്യാറാക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. പ്രളയ സാധ്യതാ ഭൂപടം തയ്യാറാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യ കടലാസ് രഹിത കോടതിയാണ് കേരള ഹൈക്കോടതി. ഇന്ത്യയിലെ ആദ്യ കടലാസ് രഹിത കോടതി കേരള ഹൈക്കോടതിയാണ്. ഇന്ത്യയിലെ ആദ്യ കടലാസ് രഹിത കോടതിയാണ് കേരള ഹൈക്കോടതി.
മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം നേടിയ മികച്ച കോർപ്പറേഷനാണ് കൊല്ലം കോർപ്പറേഷൻ. മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം നേടിയ മികച്ച കോർപ്പറേഷനാണ് കൊല്ലം കോർപ്പറേഷൻ. മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം നേടിയ മികച്ച കോർപ്പറേഷൻ കൊല്ലം കോർപ്പറേഷനാണ്. കൊല്ലം കോർപ്പറേഷനാണ് മഹാത്മാഗാന്ധി അയ്യങ്കാളി പുരസ്കാരം നേടിയ മികച്ച കോർപ്പറേഷൻ. മണ്ണുത്തി വെറ്റിനറി സർവകലാശാല വികസിപ്പിച്ച സങ്കരയിനം കോഴിയാണ് ത്രിവേണി. മണ്ണുത്തി വെറ്റിനറി സർവകലാശാല വികസിപ്പിച്ച സങ്കരയിനം കോഴിയാണ് ത്രിവേണി. കേരളത്തിലെ ആദ്യ ലിഫ്റ്റ് ബ്രിഡ്ജ് നിർമ്മിക്കുന്നത് കരിക്കകം തിരുവനന്തപുരം. പാർവതി പുത്തനാറിന് കുറുകെയാണ് കേരളത്തിലെ ആദ്യ ലിഫ്റ്റ് ബ്രിഡ്ജ് നിർമ്മിക്കുന്നത്. എവിടെയാണ്? കരിക്കകം. തിരുവനന്തപുരത്തെ കരിക്കകാണ്. പാർവതി പുത്തനാറിന് കുറുകെയാണ്. കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ പഞ്ചായത്താണ് മീനങ്ങാടി. കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ പഞ്ചായത്ത് മീനങ്ങാടി. കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ പഞ്ചായത്താണ് മീനങ്ങാടി. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ഇ ഓഫീസ് ജില്ലയാണ് കണ്ണൂർ. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ഇ ഓഫീസ് ജില്ല കണ്ണൂരാണ്. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ഇ ഓഫീസ് ജില്ലയാണ് കണ്ണൂർ. ഇന്ത്യയിൽ ആദ്യമായി ബേർഡ് അറ്റ്ലസ് പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യമായി ബേർഡ്സ് അറ്റ്ലറ്റ്സ് പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യമായി ബേർഡ്സ് അറ്റ്ലറ്റ്സ് പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം. കേരളത്തിലാണ് ബേർഡ്സ് അറ്റ്ലസ് പുറത്തിറക്കിയ സംസ്ഥാനം. ശബരിമല വിമാനത്താവളം നിലവിൽ വരുന്നത് ചെറുവള്ളി എസ്റ്റേറ്റ്, കോട്ടയം ജില്ലയിലെ ചെറുവള്ളി എസ്റ്റേറ്റിലാണ് ശബരിമല വിമാനത്താവളം നിലവിൽ വരുന്നത്. ചെറുവള്ളി എസ്റ്റേറ്റ്, കോട്ടയം ജില്ലയിലെ ചെറുവള്ളി എസ്റ്റേറ്റിലാണ് ശബരിമല വിമാനത്താവളം നിലവിൽ വരുന്നത്. കേരളത്തിലെ ആദ്യ 3D കണങ്കാൽ ശാസ്ത്രക്രിയ നടന്നത് കൊച്ചിയിലാണ്. കേരളത്തിലെ ആദ്യ 3D കണങ്കാൽ ശാസ്ത്രക്രിയ നടന്നത് കൊച്ചിയിലാണ്. കേരളത്തിലെ ആദ്യ 3D കണങ്കാൽ ശാസ്ത്രക്രിയ നടന്നത് കൊച്ചിയിൽ. സിയാലിന്റെ നേതൃത്വത്തിൽ സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിതമായത് പയ്യന്നൂരിലാണ്. സിയാലിന്റെ നേതൃത്വത്തിൽ സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിതമായത് പയ്യന്നൂർ. സിയാലിന്റെ നേതൃത്വത്തിൽ സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിതമായത് പയ്യന്നൂർ. കേരള ടൂറിസത്തിന്റെ ആദ്യ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി ആരംഭിച്ചത് മറവൻതുരുത്ത്, കോട്ടയത്താണ്. കേരള ടൂറിസത്തിന്റെ ആദ്യ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി ആരംഭിച്ചത് മറവൻതുരുത്ത്, കോട്ടയം. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം നിലവിൽ വരുന്നത് ആശ്രമ മൈതാനം. കൊല്ലത്തെ ആശ്രമ മൈതാനത്തിനാണ് ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം നിലവിൽ വരുന്നത്. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം നിലവിൽ വരുന്നത് ആശ്രമം മൈതാനം, കൊല്ലത്തെ ആശ്രമ മൈതാനത്തിലാണ്. 2022 EK നായനാർ മെമ്മോറിയൽ മ്യൂസിയം നിലവിൽ വരുന്നത് ബർണശ്ശേരി, കണ്ണൂർ ജില്ലയിലെ ബർണശ്ശേരിയിലാണ്. 2022 EK നായനാർ മെമ്മോറിയൽ മ്യൂസിയം നിലവിൽ വരുന്നത് ബർണശ്ശേരി, കണ്ണൂരിലാണ്. EK നായനാർ മെമ്മോറിയൽ മ്യൂസിയം നിലവിൽ വരുന്നത് കണ്ണൂരിലാണ്. മാംസ ഉൽപാദനം ലക്ഷ്യമാക്കി കേരളത്തിൽ വികസിപ്പിച്ച പുതിയ ഇനം താറാവാണ് ചൈത്ര. മാംസ ഉൽപാദനം ലക്ഷ്യമാക്കി കേരളത്തിൽ വികസിപ്പിച്ച പുതിയ ഇനം താറാവാണ് ചൈത്ര. 5ാമത് ആഗോള ആയുർവേദ ഉച്ചകോടിക്ക് വേദിയായത് തിരുവനന്തപുരം. സംസ്ഥാനത്തെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്കൂളാണ് ശാന്തിഗിരി വിദ്യാഭവൻ സ്കൂൾ, പോത്തൻകോട്. ശാന്തിഗിരി വിദ്യാഭവൻ സ്കൂളാണ് സംസ്ഥാനത്തെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്കൂളാണ് ശാന്തിഗിരി വിദ്യാഭവൻ സ്കൂൾ, പോത്തൻകോട്. ശാന്തിഗിരി വിദ്യാഭവൻ സ്കൂൾ പോത്തൻകോട്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്കാണ് പള്ളിപ്പുറം, തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് പള്ളിപ്പുറം, തിരുവനന്തപുരമാണ്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് പള്ളിപ്പുറം, തിരുവനന്തപുരം. സംസ്ഥാനത്തെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയം, തിരുവനന്തപുരമാണ്. സംസ്ഥാനത്തെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയം, തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് പള്ളിപ്പുറം, തിരുവനന്തപുരമാണ്. പൂർണ്ണമായും സ്ത്രീലിംഗത്തിൽ തയ്യാറാക്കിയ ആദ്യ ബിൽ പാസാക്കിയ സംസ്ഥാനമാണ് കേരളം. പൂർണ്ണമായും സ്ത്രീലിംഗത്തിൽ തയ്യാറാക്കിയ ആദ്യ ബിൽ പാസാക്കിയ സംസ്ഥാനം കേരളം. സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി സർവീസ് ആയ കേരള സവാരി ആദ്യം ആരംഭിച്ചത് തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി സർവീസ് ആയ കേരള സവാരി ആദ്യം ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ്. മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം നേടിയ മികച്ച കോർപ്പറേഷനാണ് കൊല്ലം കോർപ്പറേഷൻ. മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം നേടിയ മികച്ച കോർപ്പറേഷനാണ് കൊല്ലം കോർപ്പറേഷൻ. മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം നേടിയ മികച്ച കോർപ്പറേഷനാണ് കൊല്ലം കോർപ്പറേഷനാണ്.
രാജ്യത്ത് ആദ്യമായി സ്കൂളുകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ആരംഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം. രാജ്യത്ത് ആദ്യമായി സ്കൂളുകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ആരംഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം. രാജ്യത്ത് ആദ്യമായി സ്കൂളുകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. രാജ്യത്തെ ആദ്യ സാനിറ്ററി നാപ്കിൻ ഫ്രീ പഞ്ചായത്താണ് കുമ്പളങ്ങി. രാജ്യത്തെ ആദ്യ സാനിറ്ററി നാപ്കിൻ ഫ്രീ പഞ്ചായത്ത് കുമ്പളങ്ങിയാണ്. രാജ്യത്തെ ആദ്യ സാനിറ്ററി നാപ്കിൻ ഫ്രീ പഞ്ചായത്ത് കുമ്പളങ്ങിയാണ്. കുമ്പളങ്ങി. സംസ്ഥാന ബധിര കായികമേളയിൽ ജേതാക്കളാണ് എറണാകുളം. സംസ്ഥാന ബധിര കായികമേളയിൽ ജേതാക്കൾ എറണാകുളമാണ്. സംസ്ഥാന ബധിര കായികമേളയിൽ ജേതാക്കൾ എറണാകുളമാണ്. എറണാകുളമാണ് സംസ്ഥാന ബധിര കായികമേളയിൽ ജേതാക്കൾ എറണാകുളമാണ്. എറണാകുളം. സംസ്ഥാനത്തെ വനിതാ ശിശു വികസനത്തിലെ ആദ്യ സ്മാർട്ട് അംഗൻവാടി നിലയിൽ വന്നത് പൂജപ്പുര, തിരുവനന്തപുരം. സംസ്ഥാന വനിതാ ശിശു വികസനയിലെ ആദ്യ സ്മാർട്ട് അംഗൻവാടി നിലയിൽ വന്നത് പൂജപ്പുര, തിരുവനന്തപുരമാണ്. പൂജപ്പുര, തിരുവനന്തപുരത്താണ് സ്മാർട്ട് അംഗൻവാടി നിലയിൽ വന്നത്. പൂജപ്പുര, തിരുവനന്തപുരം. പൂജപ്പുര, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ ഓപ്പൺ ഡാറ്റ ലാബ് നിലവിൽ വന്നത് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലാണ്. കേരളത്തിലെ ആദ്യ ഓപ്പൺ ഡാറ്റ ലാബ് നിലവിൽ വന്നത് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലാണ്. കേരളത്തിലെ ആദ്യ ഓപ്പൺ ഡാറ്റ ലാബ് നിലവിൽ വന്നത് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലാണ്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ്. JC ഡാനിയൽ സ്മാരകം നിലവിൽ വന്നത് നെയ്യാറ്റിൻകര, തിരുവനന്തപുരം. JC ഡാനിയൽ സ്മാരകം നിലവിൽ വന്നത് നെയ്യാറ്റിൻകര, തിരുവനന്തപുരത്താണ്. നെയ്യാറ്റിൻകര, തിരുവനന്തപുരം. തിരുവനന്തപുരം RT ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത സംസ്ഥാനത്തെ ആദ്യ ഹൈഡ്രജൻ കാറാണ് ടൊയോട്ട മിറായ്. തിരുവനന്തപുരം RT ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത സംസ്ഥാനത്തെ ആദ്യ ഹൈഡ്രജൻ കാറാണ് ടൊയോട്ട മിറായ്. ടൊയോട്ട മിറായ് ആണ്. ടൊയോട്ട മിറായ്. കേരള സംസ്ഥാന വൈവിധ്യ ബോർഡിന്റെ സമുദ്ര മ്യൂസിയം നിലവിൽ വരുന്നത് വള്ളക്കടവ്, തിരുവനന്തപുരം. കേരള സംസ്ഥാന വൈവിധ്യ ബോർഡിന്റെ സമുദ്ര മ്യൂസിയം നിലവിൽ വരുന്നത് വള്ളക്കടവ്, തിരുവനന്തപുരമാണ്. വള്ളക്കടവ്, തിരുവനന്തപുരമാണ് കേരള സംസ്ഥാന വൈവിധ്യ ബോർഡിന്റെ സമുദ്ര മ്യൂസിയം നിലവിൽ വരുന്നത് വള്ളക്കടവ്, തിരുവനന്തപുരം. ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യകന്യക ശില്പമാണ് സാഗരകന്യക. ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യകന്യക ശില്പം സാഗരകന്യകയാണ്. സാഗരകന്യക. ഇന്ത്യയിലെ ആദ്യ താളിയോല രേഖ മ്യൂസിയം നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. ഇന്ത്യയിലെ ആദ്യ താളിയോല രേഖ മ്യൂസിയം നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യ താളിയോല രേഖ മ്യൂസിയം നിലവിൽ വന്നത് തിരുവനന്തപുരം. വീരജവാന്മാരുടെ സ്മരണക്കായി യുദ്ധസ്മാരകം നിലവിൽ വരുന്നത് ആക്കുളം, തിരുവനന്തപുരമാണ്. വീരജവാന്മാരുടെ സ്മരണക്കായി യുദ്ധസ്മാരകം നിലവിൽ വന്നത് ആക്കുളം, തിരുവനന്തപുരം. ആക്കുളം, തിരുവനന്തപുരത്താണ് യുദ്ധസ്മാരകം നിലവിൽ വന്നത്. ആക്കുളം, തിരുവനന്തപുരം. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ രണ്ടാമത്തെ ജൈവ വൈവിധ്യ കോൺഗ്രസ് വേദി കോഴിക്കോടാണ്. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ രണ്ടാമത് ജൈവ വൈവിധ്യ കോൺഗ്രസ് വേദി കോഴിക്കോടാണ്. കോഴിക്കോട്. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ രണ്ടാമത് ജൈവ വൈവിധ്യ കോൺഗ്രസ് വേദിയാണ് കോഴിക്കോട്. രക്തദാനത്തിനായി അവധി പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് കേരള സർവകലാശാല. രക്തദാനത്തിനായി അവധി പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് കേരള സർവകലാശാല. രക്തദാനത്തിനായി അവധി പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് കേരള സർവകലാശാല. കേരള സർവകലാശാല. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയാണ് കൊല്ലം. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലമാണ്. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയാണ് കൊല്ലം. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്താണ് കുളത്തൂപ്പുഴ. പഞ്ചായത്ത് കുളത്തൂപ്പുഴ. സാക്ഷരതാ ജില്ല കൊല്ലമാണ്. സാക്ഷരതാ ജില്ല കൊല്ലം. സാക്ഷരതാ പഞ്ചായത്ത് കുളത്തൂപ്പുഴയാണ്. കുളത്തൂപ്പുഴ. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനമാണ് കേരളം. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനമാണ് കേരളം. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനം കേരളമാണ്. കേരളം. യുനെസ്കോ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ലേണിംഗ് സിറ്റീസ് ലിസ്റ്റിൽ ഉൾപ്പെട്ട കേരളത്തിലെ നഗരങ്ങളാണ് തൃശ്ശൂര്, നിലമ്പൂര്. യുനെസ്കോ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ലേണിംഗ് സിറ്റീസ് ലിസ്റ്റിൽ ഉൾപ്പെട്ട കേരളത്തിലെ നഗരങ്ങളാണ് തൃശ്ശൂരും നിലമ്പൂരും. തൃശ്ശൂരും നിലമ്പൂരാണ് യുനെസ്കോ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ലേണിംഗ് സിറ്റീസ് ലിസ്റ്റിൽ ഉൾപ്പെട്ട കേരളത്തിലെ നഗരങ്ങളാണ് തൃശ്ശൂരും നിലമ്പൂരും. രാജ്യത്തെ ആദ്യ കൺസ്ട്രക്ഷൻ ഇന്നൊവേഷൻ ഹബ് നിലയിൽ വരുന്നത് കൊച്ചിയിലാണ്. രാജ്യത്തെ ആദ്യ കൺസ്ട്രക്ഷൻ ഇന്നൊവേഷൻ ഹബ് നിലയിൽ വരുന്നത് കൊച്ചിയിലാണ്. രാജ്യത്തെ ആദ്യ കൺസ്ട്രക്ഷൻ ഇന്നൊവേഷൻ ഹബ് കൊച്ചിയിലാണ്. കൊച്ചി. സംസ്ഥാന ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ നേതൃത്വത്തിൽ ആഗോള ഉത്തരവാദിത്ത ടൂറിസം ഉച്ചകോടി വേദി കുമരകത്താണ്. സംസ്ഥാന ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ നേതൃത്വത്തിലുള്ള ആഗോള ഉത്തരവാദിത്ത ടൂറിസം ഉച്ചകോടി വേദി എവിടെയാണ്? കുമരകത്താണ്. കുമരകത്താണ് ടൂറിസം ഉച്ചകോടി വേദി. കുമരകത്താണ്.
ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യ കളക്ടറേറ്റ് ആണ് കോട്ടയം കളക്ടറേറ്റ്. ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യ കളക്ടറേറ്റ് കോട്ടയം കളക്ടറേറ്റ് ആണ്. കോട്ടയം കളക്ടറേറ്റ്. കേരളത്തിലെ ആദ്യ ഇന്റർനെറ്റ് അധിഷ്ഠിത ഭരണ നിർവഹണ പഞ്ചായത്താണ് കാട്ടാക്കട. കേരളത്തിലെ ആദ്യത്തെ ഇന്റർനെറ്റ് അധിഷ്ഠിത ഭരണ നിർവഹണ പഞ്ചായത്ത് കാട്ടാക്കടയാണ്. കേരളത്തിലെ ആദ്യ ഇന്റർനെറ്റ് അധിഷ്ഠിത ഭരണ നിർവഹണ പഞ്ചായത്താണ് കാട്ടാക്കട. കാട്ടാക്കട. കേരളം അതിദരിദ്ര ഇല്ലാത്ത സംസ്ഥാനമായി മാറാൻ ലക്ഷ്യമിടുന്ന വർഷം 2025 കേരളം അതിദരിദ്ര ഇല്ലാത്ത സംസ്ഥാനമായി മാറാൻ ലക്ഷ്യമിടുന്ന വർഷം 2025. കേരളം അതിദരിദ്ര ഇല്ലാത്ത സംസ്ഥാനമായി മാറാൻ ലക്ഷ്യമിടുന്ന വർഷം 2025 2025. സംസ്ഥാന യുവജന കമ്മീഷന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് M. ഷാജർ ആണ്. സംസ്ഥാന യുവജന കമ്മീഷന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുത്ത ആരാണ്? M. ഷാജർ. M. ഷാജർ ആണ് സംസ്ഥാന യുവജന കമ്മീഷന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുത്തത്. M. ഷാജറിനെയാണ്. M. ഷാജറിനെയാണ് സംസ്ഥാന യുവജന കമ്മീഷന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുത്തത്. M. ഷാജർ. കർണാടക നിയമസഭ സ്പീക്കറായി തിരഞ്ഞെടുത്ത മലയാളിയാണ് UT ഖാദർ. കർണാടക നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുത്ത മലയാളി UT ഖാദറാണ്. UT ഖാദർ. രാജ്യത്ത് ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള ക്ഷേമനിധി ബോർഡ് നിലയിൽ വന്ന സംസ്ഥാനമാണ് കേരളം. രാജ്യത്ത് ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡ് നിലയിൽ വന്ന സംസ്ഥാനമാണ് കേരളം. തൊഴിലുറപ്പ് ക്ഷേമനിധി ബോർഡ് എന്ന സംസ്ഥാനം കേരളമാണ്. കേരളം. സംസ്ഥാനത്ത് ആദ്യ നിർമ്മിത ബുദ്ധി ഉച്ചകോടി വേദി ടെക്നോ പാർക്ക്. തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിലാണ് സംസ്ഥാനത്തെ ആദ്യ നിർമ്മിത ബുദ്ധി ഉച്ചകോടി വേദി. ടെക്നോ പാർക്ക് തിരുവനന്തപുരം. ടെക്നോ പാർക്ക് തിരുവനന്തപുരത്താണ്. 2023 നടന്ന 35ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി കുട്ടിക്കാനം. ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനത്താണ് 2023 35ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി കുട്ടിക്കാനമാണ്. ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനം. ആഗോള ആയുർവേദ ഉച്ചകോടിക്ക് വേദി തിരുവനന്തപുരത്താണ്. ആഗോള ആയുർവേദ ഉച്ചകോടിക്ക് വേദി തിരുവനന്തപുരത്താണ്. ആഗോള ആയുർവേദ ഉച്ചകോടിക്ക് വേദി എവിടെയാണ്? തിരുവനന്തപുരം. ഭിന്നശേഷി കലോത്സവമായ സമ്മോഹൻ 2023 വേദി തിരുവനന്തപുരത്താണ്. ഭിന്നശേഷി കലോത്സവമായ സമ്മോഹൻ 2023 വേദി തിരുവനന്തപുരം. ഭിന്നശേഷി കലോത്സവമായ സമ്മോഹൻ 2023 വേദി തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം. 61ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം 2023 വേദിയായത് കോഴിക്കോടാണ്. 61ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം 2023 വേദി കോഴിക്കോടാണ്. കിരീടം നേടിയത് കോഴിക്കോടാണ്. 61ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി കോഴിക്കോടാണ്. കിരീടം നേടിയതും കോഴിക്കോടാണ്. 64ാമത് സംസ്ഥാന സ്കൂൾ കായികമേള 2022 വേദിയാണ് തിരുവനന്തപുരം. ജേതാക്കളായത് പാലക്കാടാണ്. 64ാമത് സംസ്ഥാന സ്കൂൾ കായികമേള 2022 വേദിയാണ് തിരുവനന്തപുരം. ജേതാക്കളായത് പാലക്കാടാണ്. 64ാമത് സംസ്ഥാന സ്കൂൾ കായികമേള 2022 വേദി തിരുവനന്തപുരം. ജേതാക്കളായത് പാലക്കാടുമാണ്. പാലക്കാട്. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാമാണ് ആലുവ. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം ആലുവയിലാണ്. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം എവിടെയാണ്? ആലുവ. ആലുവ. നോർവേക്ക് വേണ്ടി കൊച്ചി കപ്പൽ നിർമ്മാണശാല നിർമ്മിച്ച വൈദ്യുത കപ്പലുകളാണ് മാരിസ് ആൻഡ് തെരേസ. നോർവേക്ക് വേണ്ടി കൊച്ചി കപ്പൽ നിർമ്മാണശാല നിർമ്മിച്ച വൈദ്യുത കപ്പലുകളാണ് മാരിസ് തെരേസ. മാരിസ് തെരേസയാണ് നോർവേക്ക് വേണ്ടി കൊച്ചി കപ്പൽ നിർമ്മാണശാല നിർമ്മിച്ച വൈദ്യുത കപ്പലുകളാണ് മാരിസ് തെരേസ. ഭൂകമ്പ പ്രവചനത്തിന് സഹായിക്കുന്ന കേരളത്തിലെ ആദ്യ റഡോൺ കേന്ദ്രം സ്ഥാപിച്ചത് കുസാറ്റിലാണ്. കൊച്ചിയിലെ കുസാറ്റിലാണ് ഭൂകമ്പ പ്രവചനത്തിന് സഹായിക്കുന്ന കേരളത്തിലെ ആദ്യ റഡോൺ കേന്ദ്രം സ്ഥാപിച്ചത് കുസാറ്റിലാണ്. കുസാറ്റിലാണ് ഭൂകമ്പ പ്രവചനത്തിന് സഹായിക്കുന്ന കേരളത്തിലെ ആദ്യ റഡോൺ കേന്ദ്രം സ്ഥാപിച്ചത് കുസാറ്റ് കൊച്ചിയിലാണ്. കുസാറ്റ് എവിടെയാണ്? കൊച്ചിയിലാണ്. തീരദേശത്ത് നിന്നുള്ള കേരളത്തിലെ ആദ്യ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റാണ് ജെനി ജെറോം. തീരദേശത്ത് നിന്നുള്ള കേരളത്തിലെ ആദ്യ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റാണ് ജെനി ജെറോം. ജെനി ജെറോമാണ് തീരദേശത്ത് നിന്നുള്ള കേരളത്തിലെ ആദ്യ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റ്. കേരള സർക്കാരിന്റെ ഡിജിറ്റൽ സേവനങ്ങൾക്ക് ലഭ്യമാക്കുന്ന പോർട്ടലാണ് ഈ സേവനം. കേരള സർക്കാരിന്റെ ഡിജിറ്റൽ സേവനങ്ങൾക്ക് ലഭ്യമാകുന്ന പോർട്ടൽ ഈ സേവനമാണ്. ഈ സേവനം. കേരളത്തിലെ ആദ്യ ഹെൽത്ത് ATM സ്ഥാപിതമായത് എറണാകുളം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ ഹെൽത്ത് ATM സ്ഥാപിതമായത് എറണാകുളം ജില്ല. കേരളത്തിലെ ആദ്യ ഹെൽത്ത് ATM സ്ഥാപിതമായത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ല. ദക്ഷിണേന്ത്യയിലെ ആദ്യ റബ്ബർ ചെക്ക് ഡാം നിർമ്മിച്ചത് കാസർഗോഡ് ജില്ലയിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ റബ്ബർ ചെക്ക് ഡാം നിർമ്മിച്ചത് കാസർഗോഡ് ജില്ല. ദക്ഷിണേന്ത്യയിലെ ആദ്യ റബ്ബർ ചെക്ക് ഡാം നിർമ്മിച്ചത് കാസർഗോഡ് ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിൽ അയിരൂർ ഗ്രാമത്തിന്റെ പുതിയ പേരാണ് കഥകളി ഗ്രാമം. പത്തനംതിട്ട ജില്ലയിലെ അയിരൂർ ഗ്രാമത്തിന്റെ പുതിയ പേരാണ് കഥകളി ഗ്രാമം. കഥകളി ഗ്രാമമാണ് പത്തനംതിട്ട ജില്ലയിലെ അയിരൂർ ഗ്രാമത്തിന്റെ പുതിയ പേര് കഥകളി ഗ്രാമം എന്നാണ്. സംസ്ഥാനത്തെ ആദ്യ സംയോജിത ലൈഫ്
സയൻസ് പാർക്ക് നിലയിൽ വന്നത് തോന്നയ്ക്കലാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ സംയോജിത ലൈഫ് സയൻസ് പാർക്ക് നിലയിൽ വന്നത് തോന്നയ്ക്കലാണ്. ലൈഫ് സയൻസ് പാർക്ക് തോന്നയ്ക്കലാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ സംയോജിത ലൈഫ് സയൻസ് പാർക്ക് നിലയിൽ വന്നത് തോന്നയ്ക്കലാണ്. തോന്നയ്ക്കൽ. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നു ലഹരിക്കടത്ത് തടയാൻ എക്സൈസിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച യൂണിറ്റാണ് കെമു. കെമു എന്ന് പറഞ്ഞാൽ കേരള എക്സൈസ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റ്. കെമു ഫുൾ ഫോമാണ് കേരള എക്സൈസ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ലഹരിക്കടത്ത് തടയാൻ എക്സൈസിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച യൂണിറ്റാണ് കെമു. കെമുവിന്റെ ഫുൾ ഫോമാണ് കേരള എക്സൈസ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റ്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ ക്ലാസ്. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.